ഹലോ വെൽക്കം ബാക്ക്. നിങ്ങളുടെ വീട്ടിൽ സാധാരണ ക്ലീനിങ് എന്ന് പറയുമ്പോൾ വെള്ളവും സോപ്പും ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഒരച്ച് കേൾക്കുന്നൊരു ഫീലല്ലേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ബ്രഷൊന്നും യൂസ് ചെയ്യാതെ കൈ നനയ്ക്കാതെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നതിൻ്റെ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വലിയവർ തന്നെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ഇതുപോലെ എല്ലായിടത്തും ആവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാൻ വേണ്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ടർപ്പൻ്റെ വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കണം നല്ലതാട്ടോ. അത് കുഞ്ഞുങ്ങൾ തൊടാണ്ട് നോക്കണം. അല്ലാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇത് സേഫായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന പെട്ടെന്ന് ക്ലീൻ ആവുന്നൊരു സൊല്യൂഷനും കൂടിയാണ്. അപ്പോൾ എന്താണോ നമുക്ക് ക്ലീൻ ആക്കേണ്ടത് അതിൽ ഇച്ചിരി ടർപ്പൻ്റെ ഒഴിച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ല പോലെ ഇതുപോലെ ഇളകി വരും കേട്ടോ. ഇനി അഥവാ തറയിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ അല്ലെങ്കിൽ കോട്ടണിലോ ഒക്കെ ഇച്ചിരി ടർപ്പൻ്റെനാക്കി തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് പോരും. കുഞ്ഞുങ്ങളൊക്കെ ബോട്ടിലായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അത് ഉണങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ കാണുന്നത് തന്നെ. അതിനുശേഷം അത് പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. നമ്മൾ സോപ്പും ചകിരിയും ബ്രഷും തേച്ച് കിട്ടൊന്നും അത് പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോകും കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വീട്ടിലുകൾ പലരുടെ വീട്ടിലും ഇതുപോലെ വൈറ്റ് കളറുള്ള സ്വിൻ മെഷീൻ ഉണ്ടാവും. അത് വൈറ്റിലാണ് പുതിയ വരിക. അപ്പോൾ ഇതൊക്കെ കുറച്ചിങ്ങനെ കഴിയുന്ന അനുസരിച്ച് അതിനൊരു ചളിയൊക്കെ പിടിച്ച് മങ്ങി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ വെള്ളം തുണിയൊക്കെ യൂസ് ചെയ്തിട്ട് തുടക്കുക എന്നുള്ളത് കാരണം അത് ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ ഷോർട്ടേജ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ ടർപ്പൻ്റെയും യൂസ് ചെയ്തിട്ട് ഒരു കോട്ടണിൽ എല്ലാ ഭാഗങ്ങളും തുടച്ചെടുക്കുക കേട്ടോ. പകരം നോർമൽ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാറില്ലേ, ആ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും തുടക്കുന്നത്. ആ ഒരു രീതിയിൽ തുടച്ചെങ്കിൽ മാത്രമേ നോർമൽ മെഷീൻ അത് കുറച്ച് ഇരുമ്പിൻ്റെ ഒക്കെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഓയിൽ കണ്ടൻറ്റ് എത്തുമ്പോൾ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ ചാൻസ് കുറയും. അപ്പോൾ ഇതിന് നമുക്ക് ടർപ്പൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഇത് യൂസിങ് കഴിഞ്ഞാൽ മൂടി വെക്കുന്നത് നല്ലതാട്ടോ. കാരണം ഇതിൽ പൊടിയൊക്കെ നല്ലോണം കയറാൻ സാധ്യത ഉള്ളതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മെറ്റീരിയൽ പെട്ടെന്ന് വൈറ്റ് കളർ യെല്ലോ കളറിലോട്ട് ഇങ്ങനെ മാറും വെയിലിൻ്റെ ആ ഒരു ചൂടിൻ്റെ കണ്ടൻറ്റൊക്കെ കിട്ടുന്നതനുസരിച്ചേ. അപ്പോൾ അതിന് ആ ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി എന്നും ഫ്രഷായി കൊണ്ടുനടക്കാൻ മൂടിയിട്ട് വേണം എന്നും കൊണ്ടുനടക്കാൻ. അടുത്ത് നമ്മളെ വീട്ടിലൊക്കെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികളൊക്കെ പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സ്വിച്ച് ബോർഡുമേൽ പെയിൻ്റൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചളിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം തുണിയും വെച്ചിട്ട് ഇത് തുടക്കരുത്. ഷോർട്ടേജ് ഉണ്ടായിട്ട് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ ടർപ്പൻ്റെ തന്നെ യൂസ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ തുണിയിൽ ഇച്ചിരി ആക്കിയിട്ട് എല്ലാ ഏരിയയിലും തുടച്ചെടുക്കാം. പറ്റുമെങ്കിൽ ആ സമയത്ത് മെയിൻ ഒന്ന് ഓഫാക്കുന്നത് നല്ല കേട്ടോ. കാരണം സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണാക്കി കളിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ബൾബൊന്നും ഫ്യൂസായി പോകണ്ട. അപ്പോൾ മെയിൻ ഓഫാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലോണം തുടച്ചെടുത്താൽ മതി. അടുത്ത ടിപ്സ് പറയുന്നത് ഇതുപോലെ മരത്തിൻ്റെ ഒക്കെ അലമാര കട്ടില് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ പൗഡർ നല്ലപോലെ തിങ്ങി നിൽക്കും. അത് നമ്മളൊരു തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത് ആ ഒരു തുണി വെച്ചിട്ട് തുടച്ചാലും അതങ്ങനെ പോകാൻ സാധ്യത കുറവാണ്. രണ്ടാമത്തെ കാര്യം ഈ തുണി വെച്ചിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് ഈ ഫർണിച്ചർ പോളിഷ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ ഒരിക്കലും തുടക്കാൻ പാടില്ല. അതിൻ്റെ പോളിഷിന് തന്നെ പെട്ടെന്ന് കേടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ ടർപ്പൻ്റെയും യൂസ് ചെയ്തിട്ടുള്ള പഞ്ഞി കൊണ്ട് എല്ലാ എഡ്ജും തുടച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നനഞ്ഞ തുണി കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നനവുള്ള സമയത്ത് നീറ്റായി നിൽക്കും എന്നല്ലാണ്ട് ഉണങ്ങുന്ന സമയത്ത് ആ പൗഡറിൻ്റെ ആ ഇതും പൊടിയുടെ ആ ഒരു ഇതൊക്കെ ഇതുപോലെ ഡിസൈനൊക്കെ ഉള്ള ഓൾഡ് ടൈപ്പ് അലമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ഇതുപോലെ പൊടി ഇങ്ങനെ തിങ്ങി നിൽക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ കോട്ടൺ യൂസ് ചെയ്തിട്ട് ടർപ്പൻ്റെയിൽ മുക്കിയിട്ട് തുടക്കുന്നതാണ് കേട്ടോ. മാത്രമല്ല തുണി വെച്ച് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നീറ്റാവുന്നതും പെട്ടെന്ന് പണി കഴിയുന്നതും കോട്ടൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഇതുപോലെ മൈക്ക് ഒടിച്ചിട്ടുള്ള ഫർണിച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ട് വൈറ്റ് ഭാഗത്ത് ഒരിക്കലും കളറായിട്ടുള്ള തുണികൾ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നനഞ്ഞ തുണി കൊണ്ടും തുടക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഇത് വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും തുടക്കാതെ പോവില്ല. പക്ഷെ ഇതും ടർപ്പൻ്റെ യൂസ് ചെയ്തിട്ട് നല്ല വൈറ്റ് കോട്ടനോട് തുടക്കുന്ന സമയത്ത് നല്ലോണം ചളി പോരുന്നുണ്ട് കേട്ടോ. കാരണം അതിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന പൊടികൾ തുടച്ച് എടുത്താൽ മാത്രമേ പോരുള്ളൂ. അടുത്തത് വാതിലിൻ്റെ ഒക്കെ പിടി ഉണ്ടാവുമല്ലോ. ഇതുപോലെ പൊടിയൊക്കെ പിടിച്ച് ഓയിലിൻ്റെ ഒരു കണ്ടൻ്റൊക്കെ ഉണ്ടാവും ഇതിന്മേൽ. അധികം യൂസ് ചെയ്യാതെ നമ്മളെ പിടുത്തം എത്താത്ത ഏരിയയിലൊക്കെ ഒരു ജസ്റ്റ് ഒരു ഓയിലിൻ്റെ ഇതിലോ അല്ലെങ്കിൽ പൊടിയൊക്കെ പിടിച്ചിട്ട് തുരുമ്പ് വരാനുള്ള സെറ്റിങ്സിലൊക്കെ ആയിരിക്കും ചില ഈ ഒരു പിടിക്കുന്നത് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ആ ഒരു ഏരിയ ഒക്കെ പെട്ടെന്ന് അതിലുള്ള സ്ട്രെയിനൊക്കെ റിമൂവ് ആയി പോരാൻ ടർപ്പൻ്റെ യൂസ് ചെയ്തിട്ട് തുടക്കുന്നത് നല്ലതാട്ടോ.
ഇത് മാത്രമല്ല ജനവാതിൽ, ഫാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടർപ്പൻ്റെ യൂസ് ചെയ്ത് തുടക്കുന്ന കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്